മൂന്ന് കരകളിലായി, മൂന്ന് തുരുത്തുകളായി കിടന്നിരുന്ന ഈരാറ്റുപേട്ട പട്ടണത്തെ ഇന്ന് കാണുന്ന നിലയിലെത്തിച്ച് രണ്ട് ആർച്ച് പാലങ്ങൾ സപ്തതിയുടെ നിറവിൽ. ഈരാറ്റുപേട്ടയുടെ അടയാളമായ ഈ പാലങ്ങൾ ഔദ്യോഗികമായി തുറന്നുകൊടുത്തത് 1957 ജൂലൈ 17-നായിരുന്നെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനായി തുറന്നുകൊടുത്തിട്ട് ഇന്നേക്ക് 70 വർഷം തികയുന്നു. 1956 ജനുവരി 14 മുതൽ പാലത്തിലൂടെ വാഹനഗതാഗതം ആരംഭിച്ചതോടെ തെക്കേക്കരയെന്നും കിഴക്കേക്കരയെന്നും വടക്കേക്കരയെന്നും മൂന്ന് കരകളിലായി കിടന്നിരുന്ന ഈരാറ്റുപേട്ട എന്ന ചെറുപട്ടണം ഒന്നായി മാറുകയായിരുന്നു. 1953-ലാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. തിരുക്കൊച്ചി നിയമസഭയിലേക്ക് 1952-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന എ.ജെ. ജോണിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പാലങ്ങൾ. തെരഞ്ഞെടുപ്പിൽ എ.ജെ. ജോൺ സുരക്ഷിത മണ്ഡലമായി മത്സരിക്കാൻ തെരഞ്ഞെടുത്തത് പൂഞ്ഞാറായിരുന്നു. എന്നാൽ ജോൺ തലയോലപ്പറമ്പിൽ നിന്നും ഇവിടെ മത്സരിക്കാനെത്തിയത് സ്വദേശികളായ സീറ്റ് മോഹികൾക്ക് ഇഷ്ടമായില്ല. മീനച്ചിലാറിന്റെ കൈവഴിപ്പുഴകളായ വടക്കനാറിലൂടെയും തെക്കനാറിലൂടെയും വള്ളങ്ങളിലും ജങ്കാറിലും സഞ്ചരിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. വള്ളത്തിൽ പ്രചാരണ പരിപാടിക്കെത്തിയ എ.ജെ. ജോൺ പല വിധത്തിലുള്ള പരിഹാസങ്ങൾ നേരിട്ടിരുന്നു. ഈ സമയം തന്നെ അപമാനിക്കാൻ മുമ്പോട്ട് വന്നവരെ നോക്കി എ.ജെ. ജോൺ നടത്തിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പാലങ്ങൾ. താൻ വിജയിക്കുന്ന പക്ഷം ജനങ്ങൾക്ക് വള്ളം ഉപേക്ഷിക്കാമെന്നും മൂന്ന് കരകളിലായി കിടക്കുന്ന ഈരാറ്റുപേട്ടയെ ഒന്നാക്കാൻ കഴിയുന്ന രീതിയിൽ 2 പാലങ്ങൾ നിർമ്മിച്ചിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ച് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായി ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ 2 പാലങ്ങളും പാസാക്കി. 3 വർഷങ്ങൾ കൊണ്ട് പാലം പണി പൂർത്തിയാക്കി. എങ്കിലും ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ലഭിച്ചത് 1957-ലെ ഇ.എം.എസ്. മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ടി.എ. മജീദിനായിരുന്നു.